ഹായ് ഓൾ, ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കെയ്ൻസ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ ആണ്. ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ജെയിംസ് കെയ്ൻസ് ആണ്. ഒരു കൺസംഷനെ പറ്റിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ലോയാണ് ഈ തിയറിയിൽ പറയുന്നത്. അതായത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, പീപ്പിൾസിൻ്റെ ഇൻകം കൂടുമ്പോൾ അതിനനുസരിച്ച് കൺസംഷൻ, അതായത് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻകത്തിൽ നിന്ന് എല്ലാ ടാക്സും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട്, അതായത് മൈനസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഇൻകമാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു പേഴ്സൻ്റെ ഇൻകം, അതായത് ഡിസ്പോസിബിൾ ഇൻകം കൂടുമ്പോൾ കൺസംഷനും കൂടുന്നുണ്ട്. പക്ഷേ ഈ ഇൻകം കൂടുന്നതിന് സെയിം പ്രൊപ്പോർഷനിലല്ല കൺസംഷൻ കൂടുന്നത്. ഇപ്പോൾ ഇൻകം ഒരു 100-ൽ നിന്ന് 200 കൂടിയാൽ കൺസംഷൻ 100 ആയ സമയത്ത് 90 ആണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് 150 കൂടുന്നുള്ളൂ. അതായത് ഇൻകം ഇവിടെ 100 കൂടിയപ്പോൾ കൺസംഷന് വെറും 60 മാത്രം, അതായത് 60 രൂപ മാത്രം കൺസംഷൻ കൂടിയിട്ടുള്ളൂ. അപ്പോൾ ഇൻകം കൂടുന്നതിന് സെയിം പ്രൊപ്പോർഷനിലല്ല നമ്മളുടെ കൺസംഷൻ കൂടുന്നത്, ലെസ് ദാൻ, അതായത് ഇൻകം കൂടുന്നതിൻ്റെ പ്രൊപ്പോർഷന് കുറവായിട്ടാണ് കൺസംഷൻ കൂടുന്നത് എന്നാണ് പറയുന്നത്. കെയ്ൻസ് പ്രൊപ്പോണ്ടഡ് ദ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ വിച്ച് ഫോം ദ ബേസിസ് ഓഫ് കൺസംഷൻ ഫങ്ഷൻ. അതായത് കെയ്ൻസ് ഈ സൈക്കോളജിക്കൽ ലോൻ്റെ ബേസിൽ കൺസംഷൻ ഫങ്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആൻഡ് he wrote, the fundamental psychological law is that men are disposed as a rule and on the average to increase their consumption as their income increases, but not by as much as the increase in their income. അതായത് ഒരാളുടെ ഡിസ്പോസിബിൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിനായിട്ട് ഇൻകം തന്നെയാണ്. അപ്പോൾ ഒരാളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസംഷനും ഇൻക്രീസ് ചെയ്യുന്നു. ബട്ട് ലെസ് ദാൻ ദ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ഇൻകം, അതായത് ഇൻകം ചേഞ്ച് ചെയ്യുന്നത് എത്രയാണോ അതിനേക്കാൾ കുറവായിട്ടുള്ള പ്രൊപ്പോർഷനിലാണ് നമ്മളുടെ കൺസംഷൻ ചേഞ്ച് ആയത് എന്നാണ് പറഞ്ഞത്. ദിസ് ലോ ഇംപ്ലൈസ് ദാറ്റ് ദർ ഈസ് എ ടെൻഡൻസി ഓൺ ദ പാർട്ട് ഓഫ് പീപ്പിൾ ടു സ്പെൻഡ് ഓൺ കൺസംഷൻ ലെസ് ദാൻ ദ ഫുൾ ഇൻക്രിമെൻറ്റ് ഓഫ് ഇൻകം. അതായത് എത്രത്തോളം ഇൻകം ചേഞ്ച് ചെയ്തോ അതിനനുസരിച്ച് നമ്മളുടെ കൺസംഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ ഒരു പീപ്പിൾസിൻ്റെ ഒരു സൈക്കോളജിക്കൽ ലോയാണ് പറയുന്നത്, ടെൻഡൻസിയാണ് പറയുന്നത്. ഇതിനാണ് അദ്ദേഹം സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആളുകളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് കൺസംഷൻ കൂടും, പക്ഷേ സെയിം പ്രൊപ്പോർഷനിലല്ല, ലെസ് ദാൻ ദ പ്രൊപ്പോർഷനിലാണ് ഈ കൺസംഷൻ കൂടുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അതായത് ഈ കെയ്ൻസ് ഈ ലോ പറയുമ്പോൾ 3 പ്രൊപ്പോസിഷൻസ് ആണുള്ളത്. പ്രധാനമായിട്ടും 3 പ്രൊപ്പോസിഷൻസ് ആണ് ഈ ലോക്കുള്ളത്. ഒന്നാമത്തെ പറയുന്നത് എന്താ വെച്ചാൽ, വെൻ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൾസോ ഇൻക്രീസസ് ബട്ട് ബൈ എ സ്മാളർ എമൗണ്ട്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻകം കൂടുമ്പോൾ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും, അതായത് നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എല്ലാം നമ്മൾ അത് നമ്മൾ സൈഡ് ബൈ സൈഡായിട്ട് നമ്മളുടെ വാൻസൊക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളുടെ ഇൻകം കൂടിയാൽ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങണം, AC വാങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഓരോന്ന് നമ്മളിങ്ങനെ വാങ്ങി വന്നാൽ പിന്നീട് നമുക്ക് ഇൻകം കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അവിടെ ഉണ്ട്. സോ നമ്മൾ പിന്നീട് അത് വാങ്ങൂല, അപ്പോൾ നമ്മൾ കൺസംഷൻ കുറയാണ്. അതാണ് പറഞ്ഞത്, ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കുറയുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ബട്ട് ലെസ് ദാൻ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് കുറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് എന്താ വെച്ചാൽ, ദ ഇൻക്രീസ്ഡ് ഇൻകം വിൽ ബി ഡിവൈഡഡ് ഇൻ സം പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്. അതായത് നമ്മൾ ഇൻകം കൂടുമ്പോൾ അത് കൺസംഷന് മാത്രമല്ല, എല്ലാം കൺസംഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സേവ് ചെയ്യും. നമ്മളുടെ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ബാക്കി ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. മൂന്നാമത്തെ പറയുന്നത് എന്താ വെച്ചാൽ, ഇൻക്രീസ് ഇൻ ഇൻകം ഓൾവേസ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ബോത്ത് കൺസംഷൻ ആൻഡ് സേവിങ്സ്. നമ്മൾ മുകളിൽ പറഞ്ഞ സെയിം സാധനം തന്നെ പറഞ്ഞത്, നമ്മളുടെ ഇൻക്രീസ്ഡ് ഇൻകം എന്ത് ചെയ്യും, കൺസംഷനും കൂട്ടും സേവിങ്സും കൂട്ടും. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ലെസ് ദാൻ പ്രൊപ്പോർഷൻ ആയിട്ടാണ് കൺസംഷന് കൂടുന്നത് എന്ന് പറഞ്ഞത്. അതായത് ഇൻകം കൂടുമ്പോൾ
കൺസംഷൻ കൂടുന്നുണ്ട്, പക്ഷേ കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലെസ് ദാൻ പ്രൊപ്പോർഷനാണ്, അതായത് അത്രത്തോളം അങ്ങോട്ട് കൂടുന്നില്ല. അപ്പോൾ ഈ ബാക്കിയുള്ള പൈസ നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്യും. നമ്മളൊരു ടാബിൾ വെച്ചിട്ട് പറയാം, അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ 3 പ്രിപ്പോസിഷൻസ് നമുക്ക് ഈ ഒരു ടാബിൾ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് കോളത്തിൽ നമുക്ക് ഇങ്കാണ് തന്നിട്ടുള്ളത്, പിന്നെ കൺസംഷൻ, സേവിങ്സ്. ഇങ്കെന്ന് പറഞ്ഞാൽ 60 0 ആയിരുന്നു ആദ്യം, പിന്നെ 60 120 അങ്ങനെ കൂടി വരികയാണ്. അതിനനുസരിച്ച് കൺസംഷനും കൂടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇൻകം 0 ആണെങ്കിൽ കൂടി അവിടെ കൺസംഷൻ ഉണ്ട്. റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ ഓട്ടോണമസ് കൺസംഷനാണ് പറയുന്നത്. അതായത് ഇൻകം അല്ലെങ്കിലും നമ്മളവിടെ കൺസ്യൂം ചെയ്യും. നമ്മൾ കടം വാങ്ങിയിട്ടാണെങ്കിലും നമ്മൾ ആളുകളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ടാണെങ്കിലും നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തും എന്നുള്ളതാണ് ഈ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. ഇൻകം 0 ആണെങ്കിൽ കൂടി നമുക്കവിടെ കൺസംഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻകം അങ്ങനെ കൂടി വരികയാണ്. 60 ഉണ്ട്, 120 ഉണ്ട്, 180 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റേജ് നോക്കുകയാണെങ്കിൽ 60 ആയപ്പോൾ നമ്മൾ കൺസംഷൻ ഇൻകത്തിനേക്കാൾ കൂടുതലായിരുന്നു. പിന്നീട് അവിടുന്ന് കൂടി ഒരു 180 ആയപ്പോൾ, അതായത് 180 നമ്മൾ ഇൻകം ലെവൽ വന്നപ്പോൾ നമ്മളുടെ കൺസംഷൻ 170 ആയി. അതിന് തൊട്ട് മുമ്പത്തെ നോക്കുകയാണെങ്കിൽ 120 നമ്മൾ ഇൻകം ആയപ്പോൾ കിട്ടിയ ഇൻകം മൊത്തം നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷേ 180 ആയപ്പോൾ നമ്മളുടെ ഇൻകം 180 ആണെങ്കിൽ കൺസംഷൻ 170 ആണ്. 170 രൂപ നമ്മൾ ചിലവാക്കുന്നുള്ളൂ. ഓക്കെ, ഈ 170 രൂപയിൽ ബാക്കി വരുന്ന 10 രൂപ നമ്മൾ സേവ് ചെയ്യും. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ പ്രപ്പോസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇൻകം അങ്ങനെ കൂടുന്നുണ്ട്, പക്ഷേ കൺസംഷനും ആ ഒരു പ്രപ്പോർഷനിലല്ല കൂടുന്നത്. രണ്ടാമത്തെ പറഞ്ഞത് നമ്മുടെ ഇൻക്രീസ്ഡ് ഇൻകം സേവിങ്ങിലേക്കും കൺസംഷനിലേക്കും നയിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സേവിങ്ങും കൺസംഷനും വന്നു അല്ലേ. ആദ്യമൊക്കെ നമുക്ക് സേവിങ് അല്ലായിരുന്നു, മൈനസ് ആയിരുന്നു, അത് നമ്മൾ കടം വാങ്ങിയതൊക്കെ ആയിരുന്നു. സോ പിന്നീട് സേവിങ് അങ്ങനെ കൂടി വന്നു. അതായത് മൂന്നാമത്തെ പ്രിപ്പോസിഷൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ കൺസംഷനും സേവിങ്ങും കൂടുന്നുണ്ട് എന്നാണ്. സേവിങ് അങ്ങനെ കൂടി വരുന്ന ട്രെൻഡാണ് ഈ ഒരു മൂന്നാമത്തെ ഇതിൽ കാണുന്നത്. അടുത്തത് ഇത് നമുക്ക് ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ഇൻകം, വൈ ആക്സിസിൽ കൺസംഷനും സേവിങ്ങും ആണ് പറയുന്നത്. ഈ 45 ഡിഗ്രി ലൈൻ എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെ ലൈനാണ്. അതേപോലെ സി എന്ന് പറഞ്ഞാൽ കൺസംഷനാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് Y0 ലെവൽ ഇൻകമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, അതായത് Y0 ലെവൽ ഇൻകം നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻകവും കൺസംഷനും ഈക്വലാണ്. അതായത് നമ്മൾ കിട്ടുന്ന ഇൻകം എല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബി എന്ന പോയിൻ്റ് വരെയാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ ഈ ബി എന്നുള്ള പോയിൻറ്റിൻ്റെ താഴേക്ക്, മീനിൻ്റെ പോയിൻറ്റിൻ്റെ താഴേക്ക്, അതായത് 0Y0 വരെയുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇത് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയും. നമ്മളുടെ ഇൻകം Y0ന്ന് Y1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. നമ്മളുടെ ഇൻകം Y0ന്ന് Y1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൺസംഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു ഇൻക്രീസ് വരുന്നുണ്ട് അല്ലേ. പക്ഷേ അതായത് കൺസംഷനിൽ ചെറിയൊരു ഇൻക്രീസ് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു ഇൻക്രീസ് ചെറുതാണ്, പക്ഷെ അതിനേക്കാളും വലിയ ഇൻക്രീസാണ് നമ്മൾ ഇൻകത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മളുടെ പ്രിപ്പോസിഷനായിട്ടുള്ള കൺസംഷൻ ഇൻകം കൂടുമ്പോൾ നമ്മളുടെ കൺസംഷൻ കൂടുന്നുണ്ട്. പക്ഷേ ഇൻകത്തിൽ വരുന്ന ആ ചേഞ്ചിനേക്കാൾ കുറവാണ് കൺസംഷനിൽ വരുന്ന ചേഞ്ച് എന്നാണ് ഇവിടെ കാണിച്ചത്. വീണ്ടും നമ്മളുടെ ഇൻകം Y1 നിന്ന് Y2 ആകുമ്പോൾ ഇൻകം വീണ്ടും കൂടുമ്പോൾ എന്താണ്, കൺസംഷൻ കൂടുന്നുണ്ട്, പക്ഷേ സെയിം പ്രൊപ്പോർഷൻ അല്ല, അതിനേക്കാൾ കുറവാണെന്നാണ് പറഞ്ഞത്. ഒരു ഭാഗം, ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് സേവിങ് ഗ്യാപ്പാണ്. കാരണം ഈ ഒരു സി ലെവൽ, അതായത് ഈ ഒരു ലെവലേ നമുക്ക് കൺസംഷൻ വരുന്നുള്ളൂ. ബാക്കിയുള്ള ഈ ഒരു ഭാഗം നമ്മളുടെ സേവിങ് ഗ്യാപ്പാണ്. ബാക്കിയുള്ള ഇൻകത്തിൽ നിന്ന് നമ്മളുടെ കൺസംഷൻ കുറച്ച് നമുക്ക് സേവിങ് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യും.
ഈ ഒരു ലോൻ്റെ കുറച്ച് അസംഷൻസ് ആണ് പറയുന്നത്. ഇറ്റ് അസ്യൂംസ് എ കോൺസ്റ്റൻറ്റ് സൈക്കോളജിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കോംപ്ലക്സ്. കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സൊക്കെ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് ഡിമാൻഡൊക്കെ പറയുമ്പോൾ അതർ തിങ്സ് ആർ റിമെയിൻ കോൺസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബാക്കിയുള്ള ഫാക്ടേഴ്സ് കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. ഒരാളുടെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ ടേസ്റ്റ്, ഹാബിറ്റ്സ്, സോഷ്യൽ കസ്റ്റംസ്, പ്രൈസ് മൂവ്മെൻറ്റ്, പോപ്പുലേഷൻ ഗ്രോത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇതാക്കുന്നില്ല. അതൊക്കെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കാണ് ചെയ്തിരിക്കുന്നത്. ഇൻ ദി ഷോർട്ട് റൺ ദേ ഡു നോട്ട് ചേഞ്ച് ആൻഡ് കൺസംഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം അലോൺ. ഷോർട്ട് റണ്ണിൽ എന്താണ്, ഇതൊന്നും ചേഞ്ച് ആകില്ല. അതായത് ഒരാളുടെ ഇൻകം ഡിസ്ട്രിബ്യൂഷനും ടേസ്റ്റും ഹാബിറ്റ്സും ഇതൊന്നും ചേഞ്ച് ആവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഇൻകത്തെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. രണ്ടാമത്തത്, ഇറ്റ് അസ്യൂംസ് ദ എക്സിസ്റ്റൻസ് ഓഫ് നോർമൽ കണ്ടീഷൻ. എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരുപാട് അബ്നോർമലായിട്ടുള്ള കണ്ടീഷൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യും. ലൈക്ക് വാറ്, ഇൻഫ്ലേഷൻ, ഹൈപ്പർ ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യും. സോ ഈ ഒരു ലോ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ നോർമൽ കണ്ടീഷനാണുള്ളത്. ഇങ്ങനത്തെ വാറോ അല്ലെങ്കിൽ അബ്നോർമൽ കണ്ടീഷൻസ് ആയിട്ടുള്ള ഇൻഫ്ലേഷനും അങ്ങനത്തെ ഹൈപ്പർ ഇൻഫ്ലേഷൻ അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. പീപ്പിൾ എന്താണ്, അവർ ഇൻക്രീസ് ചെയ്ത എല്ലാ ഇൻകം കൺസംഷനും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് അസ്യൂംസ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ ലേസി സ്പെയർ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ലാത്ത ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണെന്ന് ഇത് അസ്യൂം ചെയ്യുന്നുണ്ട്. അവർക്ക് എന്താണ്, അവരുടെ ഇൻകം ഫ്രീ ആയിട്ട് സ്പെൻഡ് ചെയ്യാം. ഇനി ഈ ഒരു കെയ്ൻസ് ലോക്ക് കുറച്ച് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, ഞാൻ ഒന്ന് ഷോർട്ടായിട്ട് പറയാം. ഇത് ഇൻവാലിഡേറ്റ് സീസ് ലോ, നീഡ് ഫോർ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ, എക്സിസ്റ്റൻസ് ഓഫ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം, ക്രൂഷ്യൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിക്ലൈൻ ടെൻഡൻസി ഓഫ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, danger of permanent over saving or under investment gap, unique nature of income propagation, explanation of turning points of the business cycle. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇംപ്ലിക്കേഷൻസ് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോനെ പറ്റിയിട്ടാണ്.